കക്കയിറച്ചി തോരൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിപ്പോൾ ഞാനൊരു 200 ഗ്രാം കക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞു വെച്ചേക്കുകയാണ്. കക്ക ഇറച്ചി നമ്മൾ അത് ഒരു ചെളി പോലുള്ള ഒരു അഴുക്ക് കാണും, അത് നമ്മൾ എടുത്ത് കളയണം. എടുത്ത് കളഞ്ഞ ശേഷം ഒരു 4-5 വെള്ളത്തിലെങ്കിലും കക്ക ഇറച്ചി നന്നായി കഴുകണം. ഇല്ലെങ്കിൽ ചില കക്ക ഇറച്ചിയിലൊക്കെ മണ്ണ് കടിക്കും, അല്ലെങ്കിൽ ആ ചെളിയുടെ ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നൊരു കക്ക ഇറച്ചിയാണ്. അപ്പോൾ ഇത് കക്ക ഇറച്ചി നല്ല വേവുണ്ട്. അപ്പം നമ്മൾ കുക്കറിലൊന്ന് ആദ്യം ഇത് കക്ക ഇറച്ചി വേവിക്കും, അതിന് ശേഷമാണ് തോരൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ അതിനായി കക്ക ഇറച്ചി നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിനകത്ത് ഇട്ട് വെച്ചേക്കുകയാണ്. ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് വേവിക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത ശേഷം വേവിക്കുകയാണ്. അപ്പോൾ ഈ കക്ക ഇറച്ചിയിൽ നിന്ന് തന്നെ വെള്ളം ഊറി വന്നോളും, വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. കുറച്ച് വെള്ളം ഒഴിച്ചാലും നമ്മൾ വെള്ളം ഊറ്റിയെടുത്ത ശേഷമാണ് ഇത് തോരൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിനകത്തേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുവാണ്. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിക്കാം. അപ്പോൾ ഇത് വേവിച്ച ശേഷം നമുക്ക് എങ്ങനെയാണ് തോരൻ തയ്യാറാക്കുന്നത് നോക്കാം. ഇത് വേവിക്കാൻ വെച്ച ശേഷം നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് കക്ക ഇറച്ചി തോരന് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ തിരികെ തേങ്ങ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ അധികം നമുക്ക് ഈ തോരന് വേണമെങ്കിലാണ് ആ കക്ക ഇറച്ചി തോരന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതുപോലെ ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്. പിന്നെ അതിലേക്ക് കുറച്ച് പൊടികൾ കൂടെ നമുക്ക് ചേർക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്, അതിനധികം എരിവില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കണം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇത്രയും കൂടെ നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം ഈ അരപ്പ്. ഇപ്പം തേങ്ങ അധികം അങ്ങ് അരഞ്ഞു പോകരുത്, ചെറുതായിട്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പം നമുക്ക് ഇതൊന്ന് അരപ്പ് തയ്യാറാക്കിയ ശേഷം തോരൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അരപ്പ് ഇരിക്കണം, കാരണം ഒരുപാട് അങ്ങ് അടിഞ്ഞു പോകരുത്. അപ്പോൾ തേങ്ങ കുറച്ച് ഒന്ന് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളിയും ആ പച്ചമുളകും ഒന്ന് ചെറുതായിട്ട് കല്ലിൽ വെച്ച് ചതച്ച ശേഷം അത് ഈ തേങ്ങയായിട്ട് മിക്സ് ചെയ്ത് എല്ലാം കൂടെ കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. ആ തേങ്ങ അരയ്ക്കണമെന്നില്ല. അപ്പോൾ അരയാതെ കിടക്കുമ്പോഴാണ് ആ കക്ക ഇറച്ചി തോരന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാനിവിടെ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് കക്ക ഇറച്ചി ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എനിക്ക് കക്ക ഇറച്ചി കുക്കറിൽ 3 വിസിൽ വന്ന് വെന്തിരിക്കുവാണ്. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണ് തോരൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് കക്ക ഇറച്ചി തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. മൺചട്ടിയിലാണ് ഞാൻ തോരൻ ഉണ്ടാക്കുന്നത്. പാനിൽ വേണമെങ്കിലും ഉണ്ടാക്കാം, മൺചട്ടിയിൽ ഉണ്ടാക്കിയാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. കടുക് പൊട്ടുമ്പോൾ കുറച്ച് വറ്റൽമുളക് കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പില, ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞതാണിത്. ചെറിയ ഉള്ളി ഇവിടെ ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള ആയാലും മതി, ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം.
സവോളയേക്കാളും രുചി ചെറിയ ഉള്ളിക്കാണ്. ഇനി ഉള്ളി ചെറുതായിട്ടൊന്ന് ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പിട്ടാണ് കക്ക ഇറച്ചി വേവിച്ചത്, അപ്പോൾ അതനുസരിച്ച് സൂക്ഷിച്ച് വേണം ഉപ്പ് ചേർക്കാൻ. ഇനി ഈ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വരണം. ഇപ്പോൾ ഉള്ളി ചെറുതായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന കക്ക ഇറച്ചി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ മഞ്ഞളും ഉപ്പും ചേർത്ത് കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്ന കക്ക ഇറച്ചിയാണിത്. ഇനി ആ ഉള്ളിയായിട്ട് കക്ക ഇറച്ചി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ ഓൾറെഡി കക്ക ഇറച്ചി വേവിച്ച് വെച്ചേക്കുന്നുണ്ട്. ഇനി അധികം വേവ് കക്ക ഇറച്ചിക്കില്ല. അപ്പം നമുക്ക് അതിനകത്തേക്ക് കക്ക ഇറച്ചി ചേർത്ത ഉടനെ തന്നെ നമ്മുടെ അരപ്പും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കക്ക ഇറച്ചിയേക്കാളും കുറച്ച് കൂടുതൽ തേങ്ങ നിൽക്കണം അരപ്പ്, എങ്കിലാണ് അതിനൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഈ കക്ക ഇറച്ചി അരപ്പ് എല്ലാം നന്നായി ഒന്ന് വെന്ത് മിക്സായി വരാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 1/4 കപ്പ് വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം. മീഡിയം തീയിൽ ഒരു 5 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് കക്ക ഇറച്ചി തോരനൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം ഞാനൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട് അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അരപ്പും കക്ക ഇറച്ചിയൊക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വെള്ളം അതിനകത്തുണ്ട്. അപ്പോൾ അത് നമുക്ക് തുറന്ന് വെച്ച് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് തുറന്ന് വെച്ച് വേവിച്ചാൽ മതി. അപ്പോൾ ആ വെള്ളം അങ്ങ് മാറും. ഇനി നമുക്ക് അവസാനമായിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ കക്ക ഇറച്ചി തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു.